താങ്കളുടെ എഞ്ചിനീയറിംഗ് പഠനകാലം ഒരു സംഭവബഹുലമായിരുന്നല്ലോ. രാജൻ കേസ്. അതെങ്ങനെയായിരുന്നു അത്? സി ഈ പറഞ്ഞ മാതിരി എൻ്റെ ഫാദർ വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. എൻ്റെ ഫാദർ ഈ ആദ്യമായിട്ട് കേരളത്തിലെ ഒരു പ്രൊസഷനിലെ കമ്മ്യൂണിസ്റ്റ് ഫ്ലാഗ് എടുത്ത് നടന്നിട്ടുള്ളത് എൻ്റെ ഫാദറാണ്. ദാറ്റ് ഇസ് ഇൻ 1936. 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലുണ്ടായിട്ടുള്ളൂ. 1939 ഹീ ബിക്കേം എൻ ഓൺട്രപ്രണർ. ഓക്കെ, അപ്പോൾ ആളുടെ ആ കമ്മ്യൂണിസം ബ്ലഡൊന്നും പോയിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ കമ്മ്യൂണിസ്റ്റ് ബുക്സും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വായിക്കുന്നതുകൊണ്ട് ഞാൻ പലതും വായിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ഇൻഫ്ലുവൻസോട് കൂടിയിട്ടാണ് ഞാൻ കോളേജിൽ ചെല്ലണം. ഓക്കെ, മറ്റേ ബോർഡിംഗ് സ്കൂളിലുള്ളപ്പോൾ ഈ സബ്ജക്റ്റ് അവിടെ വരുന്നില്ല. കേരളത്തിൻ്റെ ഉള്ളിലെ REC ആണെങ്കിലും കേരളത്തിൻ്റെ ഉള്ളിലുള്ളൊരു കോളേജാണല്ലോ. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞങ്ങൾ വരുന്ന ആ ചേരുന്ന സമയത്തൊന്നും അവിടെ യൂണിയൻസ് ഒന്നുമില്ല. REC വാസ് ടോട്ടലി ഫ്രീ. പക്ഷേ ഈ ഇൻഫ്ലുവൻസസൊക്കെ കുറേശ്ശെ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രെപ്പിൽ ചേരുമ്പോൾ അതേ കൊല്ലം ഫസ്റ്റ് ഇയറിൽ ചേർന്നിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നു, വേറെ സ്റ്റുഡൻറ്റ്. ഞങ്ങൾ എല്ലാവരും ആ ഒന്നിച്ച് പുതിയതായിട്ട് ചേരുമ്പോൾ ഞങ്ങൾക്കൊക്കെ റാഗിങ് ഒന്നിച്ചാണ്. അപ്പോൾ ആ ഒരു പീരീഡിൽ വി ഓട്ടോമാറ്റിക്കലി ബിക്കം വെരി ക്ലോസ് ടു ദം. അങ്ങനെ ആ ആളും പതുക്കെ ഭയങ്കര കമ്മ്യൂണിസ്റ്റ് തോട്ട് പ്രോസസ്സിലേക്കാണ്ട് പോയി. പിന്നീട് ഒരു കാലത്ത് ആൾ നക്സലൈറ്റ് പോയി. പക്ഷേ ഞങ്ങളുടെ പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നും പോകണില്ലല്ലോ. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആൾ ആ എമർജൻസി വന്നപ്പോൾ അണ്ടർഗ്രൗണ്ടായി. എന്നാലും വൈകുന്നേരം രാത്രി നേരത്തൊക്കെ ഞങ്ങളുടെ ക്യാമ്പസിൽ വരും. അപ്പോൾ ഈസ് എ ബ്രില്യൻ പേഴ്സൺ കേട്ടോ. അപ്പോൾ ക്ലാസ്സിലുള്ളപ്പോഴും പകുതി സമയം അറ്റൻഡ് ചെയ്ത് പരീക്ഷ എഴുതുമ്പോൾ ഹയസ്റ്റ് മാർക്സ് ആയിരിക്കും. അങ്ങനത്തെ ഒരാളായിരുന്നു. എന്തായാലും ആൾ വരും. അങ്ങനെ എന്നോട് ഒരിക്കൽ വന്ന് ചോദിച്ചു, എന്തോ കാര്യത്തിന് ഒരു പ്രിൻ്റർ മേടിക്കണം, അതിന് പൈസ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെയും കോളേജിൽ പഠിക്കുന്ന സമയമല്ലേ, അപ്പോൾ അങ്ങനെ പൈസ എടുത്ത് കൊടുക്കാനൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ അവിടെ ഉപയോഗിക്കാതെ കിടക്കുന്ന സൈക്ലോ സ്റ്റൈലിംഗ് മെഷീനുണ്ട്, അത് വേണമെങ്കിൽ ഞാൻ എടുത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന്. അത് ഞങ്ങളുടെ ഒരു ഗോഡൗണിൽ ഉപയോഗിക്കാണ്ട് കിടക്കുന്ന സാധനമാണ്. ഞങ്ങളുടെ മാനേജറോട് പല കഥയും പറഞ്ഞ് അത് അവിടെ നിന്ന് പൊക്കി കൊണ്ടുപോയി കൊടുത്തു. പക്ഷേ ഇവരെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അവരെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഞങ്ങളുടെ കോളേജിൻ്റെ അടുത്ത് ഉള്ളൊരു സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്തു. അതേതൊരു ആളുടെ ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അറ്റാക്ക് ചെയ്തത്. അന്ന് പോലീസുകാരൊന്നും മരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അവരെ കെട്ടിയിട്ടിട്ട് ഇവരെ അറ്റാക്ക് ചെയ്തെന്നൊരു പേരിക്കും മരിച്ചിപ്പോയി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത് കഴിഞ്ഞോടുകൂടി ഭയങ്കര പോലീസ് റെയ്ഡും അവിടെ ഇവിടെയൊക്കെ ആയി. എവിടെ നിന്നൊക്കെ ഇൻഫർമേഷൻ കിട്ടി. അങ്ങനെ രാജനീൻ ചാലി എന്ന് പറഞ്ഞിട്ട്, ജോസഫ് ചാലി, അങ്ങനെ 2 പേരും വന്ന് ഞങ്ങളുടെ ക്യാമ്പസിൽ നിന്ന് അവർ പൊക്കിക്കൊണ്ടുപോയി. ആ പൊക്കി കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ബസ്സിൽ കയറുന്ന പാലക്കാട് ഹോക്കി കളിക്കാൻ പോയി. അപ്പോൾ എൻ്റെ ബേസിക് ക്യാരക്ടർ എപ്പോഴും സംസാരിക്കാൻ എക്സൂബറൻ്റാണ്. ഐ എം എക്സ്ട്രോവേർട്ട്. ആ ബസ്സിലിരിക്കുമ്പോൾ ഞാൻ വന്ന് വൈസ് ക്യാപ്റ്റനും എൻ്റെ ക്യാപ്റ്റനും വേറെ ആളുണ്ട്, വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ ആൾ എന്നോട് ചോദിച്ചു, ജോണി എന്താ മിണ്ടാണ്ടിരിക്കണേ, ഇതിലേ ഇന്ന് എനിക്ക് വല്ല പങ്കുണ്ടോ എന്ന് ചോദിച്ചു. എന്താ വെച്ചാൽ ഞങ്ങളിത് കേട്ടിട്ട്, ഈ കഥ കേട്ടിട്ട് അവിടെ കയറണത് ബസ്സിൽ. ഞാൻ പറഞ്ഞുണ്ട്. അപ്പോൾ എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ അതെങ്ങാനും ഇത് പൊക്കി വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്തായാലും പാലക്കാട് എത്തിയപ്പോൾ തന്നെ അയാൾ പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ നമ്പറിലൊന്ന് വിളിച്ച് പറഞ്ഞോ കേട്ടോ. അത് അങ്ങനെ പറയാം. ഞാൻ പറഞ്ഞു, ചിലപ്പോൾ എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലോ. ആ സമയത്ത് എനിക്ക് പറയാനൊന്നും കിട്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ആ 1 മണി നേരത്ത് സബ് ഇൻസ്പെക്ടർ വന്നു. കൂടെ വരുമെന്ന് പറഞ്ഞു. ആൾക്കൊന്നും അറിയില്ല. കൂടെ വരുമെന്ന് പറഞ്ഞു. എന്നെ കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ഇരുത്തി. അത് കഴിഞ്ഞപ്പോൾ കോൾ വന്നു, കോഴിക്കോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. രാത്രി അവിടെ ചെന്ന് അവിടുത്തെ മെയിൻ സ്റ്റേഷനിൽ ലോക്കപ്പിൽ കിടന്നൊരു ദിവസം രാത്രി. അവിടെ ലോക്കപ്പിൽ കിടന്നു. പിറ്റേ ദിവസം എന്നെ ട്രാൻസ്പോർട്ട് ചെയ്ത് കയാന ക്യാമ്പിൽ കൊണ്ടുപോയി. കയാന ക്യാമ്പിൽ അവിടെ കിടന്നു.
എന്നെ തൊട്ടിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും അറിയാം. ഈ അത് കഴിഞ്ഞ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് അപ്പുറത്ത് മുഴുവൻ കൊണ്ടുപോയിട്ട് ആ സാധനം അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കൊടുത്ത സാധനം അവിടെ ഇരിക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു ഇത് താനാണ് കൊടുത്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ ഈ കാര്യത്തിനോട്? ഞാൻ പറഞ്ഞു ആ കാര്യത്തിനായിട്ട് ഞാൻ കൊടുത്തതല്ല, ആൾക്ക് അത് വേണമെന്ന് പറഞ്ഞു. ഇവർ പോലീസ് സ്റ്റേഷനായിട്ടൊക്കെ ഞാൻ പോകണമെന്നുള്ളതും എനിക്കറിയില്ല. ഞാൻ ആ പ്രസ്ഥാനത്തിലൊന്നും ഞാൻ പെട്ടിട്ടുള്ള ആളല്ല. പക്ഷേ അനുഭവം ഈ ആളോടുള്ള അടുപ്പം കൊണ്ട് ഞാൻ കൊടുത്തതാണെന്ന് പറഞ്ഞു. അവർക്കതിലും മുമ്പ് അതറിയാം. കാരണം വെച്ചാൽ ഞാൻ കൊടുത്താൽ ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കൊടുത്താന്നുള്ളത് ആരെങ്കിലും ഈ അപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ട് അപ്പുറത്തെ ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് ബാത്റൂം കൊണ്ടുപോകാനും. രാജൻ അവിടെ ഇല്ല, രാജൻ ഇല്ല. അന്നല്ല എൻ്റെ പിറ്റേ ദിവസം രാത്രി ഒരു പോലീസുകാരൻ എന്നോട് വന്ന് പറഞ്ഞു രാജൻ പോയിട്ടോന്ന്. അത് മാത്രമേ. പക്ഷെ അതോടുകൂടി എന്നോട് ഞാൻ മാറിച്ച് പോകാൻ പാടില്ല എന്നൊക്കെയും പറഞ്ഞുകൊണ്ട് ഞാൻ അന്ന് 7th സെമിസ്റ്റർ പഠിക്കുന്ന സമയമാണ്. 7th സെമിസ്റ്റർ എക്സാം എഴുതാൻ ഞാൻ സെൻറ്റർ മാറ്റി കൊടുത്ത് തൃശ്ശൂർ, അന്ന് കോളേജിൽ ചേർന്നിട്ടില്ല, തൃശ്ശൂർ കോളേജിൽ ചേർന്നിട്ടില്ല, അവിടെ സെൻറ്റർ കൊടുത്തിട്ട് ഞാൻ 7th സെമിസ്റ്റർ എക്സാം അവിടെ എഴുതി. അത് കഴിഞ്ഞിട്ട് കോളേജിൽ ചേർന്നു. നെക്സ്റ്റ് സെമിസ്റ്ററിന് 8th സെമിസ്റ്റർ. അങ്ങനെ ഒരു സ്കൂളിലോ കോളേജിലോ വീട്ടിൽ നിന്നിട്ട് പഠിച്ചിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഹോളിഡേയ്സിന് വീട്ടിൽ വരുന്നതല്ലാതെ ഞാൻ അവിടെ നിന്ന് പഠിച്ചിട്ടില്ല, വീട്ടിൽ താമസിച്ച് പഠിച്ചിട്ടില്ല. അപ്പോൾ താങ്കൾ പറഞ്ഞ ആ ന്യായം അന്നേരം ആ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായില്ലേ? പൊതുവെ അന്നത്തെ കാലത്ത് നമ്മൾ പറയുന്ന ന്യായം ഒന്നും മനസ്സിലാകാൻ പ്രയാസമുള്ള കാലമായിരുന്നല്ലോ. അന്ന് ഞാൻ ആരാന്നുള്ളത് അപ്പോഴേക്കും അവർക്കറിയാം. ഫാദർ വേണ്ട പോലെ വിളിച്ചിട്ടുണ്ടാവും. പലരും പറഞ്ഞു അന്ന് പൈസ കൊടുത്തിട്ടാണ്. എൻ്റെ ഫാദർ ഇതിന് വേണ്ടിയിട്ട് ഒരാളും പൈസ അപ്പം കൊടുത്തിട്ടുമില്ല, ആരും മേടിച്ചിട്ടുമില്ല. അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ അതറിയണോണ്ട് തുടരുതെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടാവും നാച്ചുറലി. അത് അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് പ്ലസ് ഞാൻ പിന്നെ നുണ പറയാനൊന്നും പോകണില്ലല്ലോ. അത് താനാണ് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാനാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ അതിലപ്പുറത്ത് വേറെ ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെയാണ് ആവണമെന്നില്ല. പിന്നീടും അത് കഴിഞ്ഞിട്ട് തന്നെ ഫാദറിനോട് ആകെ എന്തിനാ നീ ഇത് ചെയ്തതെന്നൊന്നും എന്നോട് ചോദിച്ചിട്ടില്ല കേട്ടോ. അദ്ദേഹം അറിയാണ്ടാണല്ലോ പരിപാടി ചെയ്തത്. അല്ല, അത് പക്ഷെ എന്നോട് ചോദിച്ചിട്ടില്ല എന്തിനാ നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് ആകെ പറഞ്ഞത് എൻ്റെ കയ്യിൽ വല്ല പുസ്തകങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെച്ചോളൂ കേട്ടോ ഒന്ന്. ബിക്കോസ് ഹി വാസ് വെരി മച്ച് ഇൻ ദാറ്റ് ആ ലൈനിൽ ഉണ്ടായിരുന്ന ചിന്താഗതി ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് എന്നോട് എന്നെ ഡിസ്കറേജ് ചെയ്തു.